ടെസ്റ്റ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് എങ്ങനെ ആൻസർ ചെയ്യാം, റിപ്പോർട്ട് ചെയ്യാം എന്ന് പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രത്യേകത. നോക്കാം, ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഹെഡ് മാസ്റ്റർ said to newly appointed teacher. എന്താണ് ചോദിച്ചത് എന്ന് നോക്കാം. newly appointed teacher, do you like teaching? Do you like teaching? Question mark, inverted applause. ഇതാണ് ചോദ്യം. ഇത് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. തിരിച്ചറിയുന്നത് ഒന്ന്, ഇവിടുത്തെ ക്വസ്റ്റ്യൻ മാർക്ക്. രണ്ട്, ഈ സെന്റൻസ് ആരംഭിച്ചിരിക്കുന്ന ഓക്സിലറി വെർബിലാണ്. ഇന്ററോഗേറ്റീവ് സെന്റൻസുകൾ യെസ് ഓർ നോ ടൈപ്പ് ഉണ്ട്, ഫുൾ ആൻസർ കൊടുക്കേണ്ട ടൈപ്പ് ഉണ്ട്. ഇത് ഓക്സിലറി വെർബിൽ ആരംഭിച്ചതുകൊണ്ട് യെസ് അല്ലെങ്കിൽ നോ എന്ന ആൻസർ ആണ് നൽകേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇതിനെ ഇപ്പുറത്തെ പാർട്ടുമായി യോജിപ്പിക്കുന്നതിന് ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന കണക്റ്റിംഗ് വേർഡ് യൂസ് ചെയ്യും. നമുക്കിത് എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നോക്കാം. ഹെഡ് മാസ്റ്റർ ആൻസർ. ഹെഡ് മാസ്റ്റർ ഈ സെന്റൻസ് ഇന്ററോഗേറ്റീവ് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ said to എന്നതിന് പകരം asked എന്ന മെയിൻ വെർബ്, റിപ്പോർട്ടിംഗ് വെർബ് ഉപയോഗിക്കണം. ഹെഡ് മാസ്റ്റർ ആസ്ക്ഡ് ആരോടാ ചോദിച്ചത്? ന്യൂലി അപ്പോയിന്റഡ് ടീച്ചർ. newly appointed teacher. ടീച്ചറിനോടാണ് ചോദിച്ചത്. എന്താ ചോദിച്ചത്? ഡു യു ലൈക്ക് ടീച്ചിങ്? ആ സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ മെയിൻ വെർബിനോടൊപ്പം നമ്മൾ ഒരു കണക്റ്റിംഗ് വേർഡ് യൂസ് ചെയ്യണം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഇത് യെസ് അല്ലെങ്കിൽ നോ എന്ന ആൻസർ നൽകേണ്ടതായ ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. അതിനാൽ ഇവിടെ നമ്മൾ ഇഫ് അല്ലെങ്കിൽ വെദർ എന്ന കൺജങ്ഷൻ കണക്റ്റിംഗ് വേർഡ് യൂസ് ചെയ്യണം. എന്ത് യൂസ് ചെയ്യണം? ഇഫ് അല്ലെങ്കിൽ വെദർ, ഇഫ് ഓർ വെദർ, ഇഫ് അല്ലെങ്കിൽ വെദർ യൂസ് ചെയ്യണം. ഇഫ്. ഇനി അടുത്ത ഇവിടെ നിന്ന് ഈ സബ്ജക്റ്റിനെ പുറത്തു കൊണ്ടുവരുന്നത് സബ്ജക്റ്റ് ഏതാ? യു. ആ യു എന്ന് പറയുന്നത് ആരെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്? ടീച്ചർ. ഈ ടീച്ചർ എന്നത് സ്ത്രീയാകാം, പുരുഷനാകാം. അപ്പോൾ അതിനനുസരിച്ച് യു എന്ന ഈ പ്രോനൗൺ ചേഞ്ച് ചെയ്യണം. അത് എങ്ങനെ ചേഞ്ച് ചെയ്യാം? ഹി ഓർ ഷീ എന്ന് എഴുതാം. ഞാനിവിടെ ഹി എന്നാ എഴുതുന്നത്, നിങ്ങൾക്കിവിടെ ഷീ എന്ന് വേണമെങ്കിൽ എഴുതാം. ഇതാരാ? യു ആണ് ഇവിടെ ചേഞ്ച് ചെയ്ത് ഹി എന്ന് വന്നതാണ്. ഹി. ഇനി അടുത്തെന്താ? ലൈക്ക് ടീച്ചിങ്. ലൈക്ക് എന്ത് ടെൻസാ? പ്രസന്റ്. അത് പാസ്റ്റ് ടെൻസിലേക്ക് മാറണം. ആരാണ് അത് പറഞ്ഞു തരുന്നത്? പാസ്റ്റ് ടെൻസിലേക്ക് ലൈക്ക് മാറണമെന്ന്. നോക്കൂ, ഇവിടത്തെ മെയിൻ വെർബ് എന്താ? ആസ്ക്ഡ്. ആസ്ക്ഡ് എന്ന മെയിൻ വെർബ് ടെൻസ് എന്താ? പാസ്റ്റ്. ഇവിടെ ലൈക്കിന്റെ ടെൻസ് എന്താ? പ്രസന്റ്. ഇവിടത്തെ മെയിൻ വെർബ് പാസ്റ്റ് ആയതുകൊണ്ട് ഈ ലൈക്ക് എന്ന വെർബ് ഇവിടെ പാസ്റ്റ് ടെൻസിലേക്ക് മാറണം. അതിനാൽ ലൈക്ക് എന്നത് ഇവിടെ ലൈക്ക്ഡ് എന്നാണ്. ലൈക്ക്ഡ് ടീച്ചിങ്. ഫുൾ സ്റ്റോപ്പ്. ഇനി അവിടെ ചോദ്യചിഹ്നം വേണ്ട. ഇങ്ങനെയാണ് ഇതിനെ ആൻസർ ചെയ്യേണ്ടത്. വളരെ സിമ്പിൾ ആണ്. എല്ലാവരും ഇംഗ്ലീഷ് ടെസ്റ്റ് എന്ന ചാനൽ കാണുകയും കേൾക്കുകയും ആവർത്തിച്ച് കേൾക്കുകയും ചെയ്യണം. ഈ ചാനൽ ഷെയർ ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ലൈക്ക് നൽകുന്നതിനും കമന്റ് രേഖപ്പെടുത്തുന്നതിനും യാതൊരു മടിയും വിചാരിക്കരുത്. എല്ലാവർക്കും താങ്ക്സ്.